ആരാ? അനൂപാടാ. ആ പൂട്ടിട്ടില്ല, കേറി വാ. ഓ എന്തൊരു ചൂടാടാ, മനുഷ്യന്റെ ഉള്ള ജീവനങ്ങ് പോവും. ഓ എന്താ വിശേഷിച്ച്? നല്ലൊരു ഉഗ്രം കോളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണ്? നമ്മുടെ വടക്കേലെ ബെന്നിച്ചേട്ടനില്ലേ, ആ പുള്ളിക്കാരൻ 70 സെന്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുക. അത് 3 കോടി രൂപയ്ക്ക്. നമ്മളുടെ സെന്റിന് 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയാണ് റേറ്റ്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 3.5 കോടി മുതൽ 4 കോടി 20 ലക്ഷം രൂപ വരെയും കൊടുക്കേണ്ടി വരും ഈ 70 സെന്റ് കിട്ടാൻ. അത് വെറും 3 കോടി രൂപ അയാൾ വിൽക്കാൻ പോകുന്നത്. ഞാനിത് അപ്പനോട്ട് സംസാരിച്ചപ്പോഴേക്കും അത് മേടിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ച കാശ് വെളിച്ചെണ്ണ കച്ചവടത്തിന് ഉണ്ടായിരുന്ന കുറച്ച് പൈസ കൂടി ചേർത്ത് 2 കോടി രൂപ കൊടുത്തു. ഇനി 1 കോടി രൂപ കൂടി ബാക്കിയുണ്ട്. ഇന്ത്യയിൽ അത്രയും പൈസ കാണില്ല, എന്നാലും ആ വെളിച്ചെണ്ണ കച്ചവടത്തിന്റെ ഒരു ഷെയർ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടല്ലോ, അത് നീ FD ഇട്ടുണ്ടാവും. ആ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാവകാശം മറ്റയാളോട് ചോദിക്കാം. ബാക്കി പതിയെ പതിയെ തന്നാ മതിയൊന്ന്. എന്തു പറയുന്നു? ഇന്ത്യയിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയൊക്കെ കാണുള്ളൂ എടുക്കാൻ. അപ്പൊ ബാക്കി എന്തേ? അന്ന് വെളിച്ചെണ്ണ കച്ചവടത്തിന്റെ നല്ലൊരു ലാഭം നിനക്ക് തന്നത്. ബാക്കി കാശം തരാം. എടാ, ചെറുതും വലുതുമായിട്ട് 3-4 കടങ്ങളുണ്ടായിരുന്നു. പിന്നെ വീട്ടോട്ട് 3 AC വാങ്ങിച്ചു. പിന്നെ ഈ വീട് മൊത്തത്തിലൊന്ന് പെയിന്റ് അടിച്ച്. അങ്ങനെ ബാക്കിയുള്ള പൈസ എന്റെ ഉള്ളത്. ഇപ്പൊ 10 ലക്ഷം പോരല്ല, ഇനിയും പൈസ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനി വല്ല സ്വർണം ഇന്നത്തെ പേപ്പർ തന്നെ. നിന്റെ അമ്മയുടെ 40 പവന്റെ സ്വർണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, ഒരു 10 പവന്റെ സ്വർണം ഒന്ന് ഒപ്പിച്ചാ നമുക്കിത് ശരിയാക്കി എടുക്കാം. എന്റെ അമ്മക്ക് 40 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? നീ തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ എപ്പോഴാ പറഞ്ഞേ? 2022 മാർച്ച് 16 നമ്മൾ BCom ഫൈനൽ ഇയർ പഠിക്കുന്ന സമയം, ഉച്ചയ്ക്ക് 1:15 ടൈം. ആ സമയത്താണ് നീ എന്നോട് ഇത് പറയുന്നത്. അത് മാത്രമല്ല, 1-2 മാസം മുമ്പ് നീ തന്നെ ഇത് എന്നോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നു. 4 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട. എന്റെ തലച്ചോറ് ഇത്തരം കാര്യങ്ങൾ മറക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ തലച്ചോറിനുണ്ട്. അതുകൊട്ടെ, നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം നിന്റെ അമ്മയോട് സംസാരിക്കാൻ പറ്റും? ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കട്ടെ. എന്നാ ചോദിക്ക്. അമ്മേ, ഒന്ന് കൊണ്ട് വരുമോ? എന്താണോ വിളിച്ചത്? എപ്പോ ഒന്ന് മോനെ, സുഖല്ലേ? അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ദൈവമേ, അവന്റെ അമ്മ ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. സമ്മതിച്ച് കിട്ടിയ രക്ഷപ്പെട്ടു. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തിയില്ല. ലക്ഷണം കണ്ടിട്ട് സമ്മതിക്കുമെന്ന് തോന്നണില്ല. അവന്റെ എക്സ്പ്രഷനോ അവന്റെ അമ്മയുടെ എക്സ്പ്രഷനോ ഒക്കെ ഒട്ടും മാച്ചല്ല. ഇനിയിപ്പൊ വേറെ പേര് അന്വേഷിക്കേണ്ടി വരുമല്ലേ? എന്നെ നോക്കണം. എന്നെ തന്നെ നോക്കണേയുള്ള ഏതാണ്ട് ഒത്തൊന്ന് തോന്നണം. ഒരർത്ഥസമ്മതം മൂല്യ പോലൊരു എക്സ്പ്രഷൻ രണ്ടുപേരുടെ മുഖത്ത്. അവൻ കൺവിൻസ് ചെയ്ത് സെറ്റാക്കിയെന്ന് തോന്നണം. എന്താ പോലെ നടക്കോ? ഒരു വിധത്തിൽ ഞാൻ അമ്മനെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മീന് ആദ്യം അച്ഛനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. അച്ഛൻ എന്തോന്നാലും സമ്മതിക്കാതിരിക്കൂല. കാരണം പുള്ളി ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ എന്തോന്നാലും സപ്പോർട്ടായിരിക്കും. ഞാനിപ്പോ ഒരു വിധത്തിൽ അമ്മനെ പറഞ്ഞൊരു 14 പവൻ കിട്ടാനുള്ള രീതിക്ക് ആക്കിയിട്ടുണ്ട്. 14 പവനാ? ഞാൻ 10 പവനേ ചോദിച്ചോളൂ. എന്റെ മനസ്സിൽ അപ്പൊ വന്ന 14 പവനാണ് അവിടെ പറഞ്ഞു. അപ്പൊ വെറുതെ അല്ല അവിടെ അത്ര നേരം സംസാരം ഉണ്ടായിരുന്നത്. നീ 14 പവൻ ചോദിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇവിടെ നമുക്ക് ആ 3 കോടി എന്നുള്ള എമൗണ്ട് ഒന്ന് ബാർഗൈൻ ചെയ്ത് 2.5 കോടിയാക്കാൻ പറ്റുമോ? പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഈ 3 കോടി രൂപയ്ക്ക് ഈ 70 സെന്റ് സ്ഥലം തരണമെന്നുള്ള കാര്യം നിനക്കറിയും? എന്താ? പുള്ളിക്കാരന് UAE-ലും അമേരിക്കയിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ യുദ്ധം കാരണം അവിടേക്ക് ഇപ്പൊ പ്രശ്നമായിരിക്കണേ. അപ്പോ അടിയന്തരമായിട്ട് പുള്ളിക്കാരന് 3 കോടി രൂപ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സെന്റിന് കിട്ടണ 5 അല്ലെങ്കിൽ 6 ലക്ഷം രൂപ അത് വാങ്ങാതെ 3 കോടി രൂപയ്ക്ക് ഈ 70 സെന്റ് സ്ഥലം തരാനായിട്ട് അയാൾ നിർബന്ധനായിരുന്നു. അല്ലാതെ അയാൾക്ക് ഈ സ്ഥലം വിറ്റ് കാശുണ്ടാക്കണം എന്നുള്ള ബോധ്യമൊന്നുമില്ല. ആ കാര്യം കൂടി നീ ഓർക്കണം. എന്താ റേറ്റ് അല്ലേ? ഞാനിപ്പോ പേപ്പറിൽ നോക്കിയപ്പോ 1,20,350 ആണ്. ഈ ഒരു കാര്യം ചെയ്തേ, ആ 14 പവനും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും നോക്കി. 16,84,900 കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 24 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കൂടെ ഒപ്പിച്ചേ പറ്റുള്ളൂ. എന്നിട്ടൊരു 2,40,00,000 അതിൻ്റെ അടുത്തെങ്കിലും എത്തിക്കണം. എന്നിട്ട് അത് ബെന്നിച്ചേട്ടന് എത്രയും വേഗം കൊടുത്തേ പറ്റുള്ളൂ. എന്നിട്ട് പുള്ളിക്കാരനെ കൊണ്ടത് നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യിക്കണം.
ബാക്കി കാശ് നമുക്ക് ഒരു സാവകാശം ചോദിച്ച് കൊടുക്കാമെന്നും പറഞ്ഞുള്ള ഒരു എഗ്രിമെൻറ്റും അത് തയ്യാറാക്കണം. സത്യം പറഞ്ഞാൽ ആ 70 സെന്റ് സ്ഥലവും എൻ്റെ അപ്പൻ്റെ പേരിൽ മേടിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അപ്പം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നിന്നെയും കൂടി കൂട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണ് നിന്റെ കയ്യിൽ അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഇറക്കാൻ എന്നുള്ളത്. പക്ഷെ അപ്പം പറഞ്ഞു അവൻ്റെ കയ്യിൽ ഉള്ളത് എത്രയാണോ അതവൻ ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നാണ്. നമ്മളെപ്പോൾ ഒരുമിച്ചാണെന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാലോ. അപ്പോൾ ഇതിലും നമ്മൾ ഒരുമിച്ച് തന്നെ ആവണമെന്ന് പുള്ളിക്ക് നിർബന്ധമായിരുന്നു. അതാ ഞാൻ നിന്നെ ഇതിലേക്ക് കൂട്ടിയത്. അല്ല, നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനും ഉദ്ദേശം? ഈ 70 സെന്റ് സ്ഥലത്തില് ഒരു 20 സെന്റ് സ്ഥലം നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കാൻ പോകും. എന്തിന്റെ കൃഷി? പച്ചക്കറി കൃഷി. ഈ പച്ചക്കറി കൃഷിയാണ്. എടാ, പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ വിമുഖത കാണിച്ചാണ്ടല്ലോ, അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. എപ്പോഴും അന്യ സംസ്ഥാനത്ത് പോയിട്ട് പച്ചക്കറി വാങ്ങാന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത്ര നല്ലതായിരിക്കും തോന്നുന്നില്ല. നമ്മൾ ജൻസികള് കൃഷി ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇനി നമ്മുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇതിലേക്ക് ഇറങ്ങണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയെങ്കിലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തേ പറ്റുള്ളൂ. അതിലിപ്പോ അയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മള് വിമുഖത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ തന്നെ ഇതിൽ ഇറങ്ങിത്തിരിക്കും. അതും ശരിയാണ്. അപ്പൊ ബാക്കി 50 സെന്റ് സ്ഥലം? ബാക്കി 50 സെന്റ് സ്ഥലത്ത് എനിക്ക് 3 പദ്ധതികളുണ്ട്. അതിൽ ഒന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ഥലം മറിച്ചു വെക്കാം. രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു വീടും കൂടെ പണിതിട്ട് അതിന്റെ കൂടെ കാശ് വാങ്ങി അങ്ങ് വിൽക്കാം. മൂന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് പണിയാം. എന്നിട്ട് ഓരോരോ പോർഷൻ കടമുറിയായിട്ട് കൊടുക്കാം. അതും വാടക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാസം വരുമാനം വാടക കൊടുത്തു കഴിഞ്ഞാൽ. മറ്റത് രണ്ടോന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കാശ് കിട്ടും. അതോടെ ആ പ്രോപ്പർട്ടി ആയിട്ടുള്ള ബന്ധം തീരും. ഇതാകുമ്പോ നമ്മുടെ സ്ഥലത്ത് നമ്മൾ പണിത ബിൽഡിങ്ങിൽ നമ്മൾ ഓരോ കടമുറികളിലും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുമ്പോൾ അവരുടെ നിന്ന് മാസം നമുക്ക് വരുമാനമാണ്, ആജീവനാണ്. എനിക്ക് ഈ മൂന്നാമത്തെ പദ്ധതിയോടാണ് താല്പര്യം. നിനക്കോ? എനിക്ക് തന്നെയല്ലേ മാസം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അത് നോക്കാം. അങ്ങനെ പൈസ കിട്ടാനുള്ള ഒരു മാർഗം വരും ദൈവം അങ്ങനെ കാണിച്ചത്. ദൈവത്തോട് മാത്രം നന്ദി പറഞ്ഞാൽ പോരാ. താങ്ക്സ് ടു ഗോൾഡ്. ഇവനാണ് ഇപ്പൊ നമ്മുടെ രാശി. ഇപ്പൊ നമ്മുടെ മാത്രമല്ല, ഇപ്പൊ പലരുടെയും രാശി ഇവനാണ്. സത്യമുള്ള ലോകം. അത് ശരിയാണ്. സ്വർണം കൊണ്ട് നമുക്ക് പലതും നേടാൻ പറ്റും.